നമ്മളിത് സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ ഒരാഴ്ച നമ്മൾ ഒത്തിരി ആശയങ്ങൾ ചർച്ച ചെയ്തു, ഒത്തിരി ചിന്തകളുണ്ടായി. അപ്പോൾ ഈ സമ്മിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താണ് ടാഞ്ചിബിളായിട്ടൊരു ഔട്ട്പുട്ട്, എന്ത് മാറ്റമാണ് നമ്മൾ കൊണ്ടുവരുന്നത്? അല്ലാതെ ഒരാഴ്ച നമ്മൾ ഈ പല ടോപ്പിക്കുകൾ ചർച്ച ചെയ്തതും കുറേ മ്യൂസിക് എൻ്റർടൈൻമെൻറ്റും മാത്രമല്ല, എന്ത് മാറ്റമാണ് ഈ സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചറിൽ നിന്ന് വരുന്നത്, എന്ത് ഇൻസ്പിറേഷനാണ് ഉള്ളത് എന്നൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക്. അത് ഞങ്ങളും ഒരു തോട്ട് പ്രോസസ്സായിട്ട് ഏറ്റെടുത്ത് ഇപ്പോൾ നമ്മളൊരു ദ ഫ്യൂച്ചർ കേരള മിഷൻ എന്ന് പറയുന്നൊരു മിഷൻ അനൗൺസ് ചെയ്യുകയാണ്. ഈ മിഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് കേരളത്തിൽ ബെറ്റർ പ്ലേസ് ടു ലീവ് ആയിട്ട് എലവേറ്റ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ സമ്മിറ്റ് ചർച്ച ചെയ്ത ഓരോ കാര്യങ്ങൾ, നമ്മൾ എഡ്യൂക്കേഷനും ടെക്നോളജിയും ഓൺട്രപ്രണർഷിപ്പും ക്ലൈമറ്റ് ആക്ഷനും അതുപോലെ എർത്തും അഗ്രികൾച്ചറും പൊളിറ്റിക്സും ഫുഡും കൾച്ചറും ലിറ്ററേച്ചറും എല്ലാം ചർച്ച ചെയ്തു. ഈ സമ്മിറ്റ് ചർച്ച ചെയ്ത ഓരോ ആശയങ്ങളെയും നമ്മൾ എങ്ങനെ അതിൻ്റേതായ രീതിയിൽ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഫ്യൂച്ചർ ജനറേഷന് വേണ്ട രീതിയിൽ എങ്ങനെ മാറ്റാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു ബെറ്റർ പ്ലേസ് ടു ലീവായിട്ട് എലവേറ്റ് ചെയ്യാം എന്ന ആശയത്തെ ഊന്നൽ കൊടുത്തുകൊണ്ടാണ് ഈ മിഷൻ ഫോം ചെയ്തിരിക്കുന്നത്. ഈ മിഷൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇതിന് ഫോക്കസ് ചെയ്ത ഒരു ഏരിയ അല്ലെങ്കിൽ കോർ ഏരിയാസ് എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷനും ഓൺട്രപ്രണർഷിപ്പും ഇന്നൊവേഷനുമാണ്. കാരണം ഒരു രാജ്യത്ത് മാറ്റം വരണമെങ്കിൽ ഏറ്റവും ആദ്യം മാറ്റം വരേണ്ടത് അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലാണ്. അവിടെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ വേണം, നല്ല ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട്സ് ഉള്ള ഗ്രാജുവേറ്റ്സ് പുറത്തു വരണം. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരാം, ഒരു ഫ്യൂച്ചർ ജനറേഷനെ ബിൽഡ് ചെയ്യുമ്പോൾ എങ്ങനെ അവരെ എംപ്ലോയബിൾ ആക്കാം, എങ്ങനെ അവരെ ജോബ് പ്രൊവൈഡേഴ്സ് ആക്കാം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലും അതുപോലെ തന്നെ ഓൺട്രപ്രണർഷിപ്പിലും എഡ്യൂക്കേറ്റഡ് ആയുള്ള ആളുകൾ പുറത്തിറങ്ങുമ്പോൾ എങ്ങനെ എംപ്ലോയീസെ കേരളത്തിലേക്ക് അട്രാക്ട് ചെയ്യാം, കേരളത്തിന് ഒരു ബെറ്റർ പ്ലേസ് ടു ലീവാക്കി മാറ്റണമെങ്കിൽ ധാരാളം തൊഴിൽ ദാതാക്കൾ വരണം, അല്ലെങ്കിൽ ഓൺട്രപ്രണർഷിപ്പ് ആസ് എ കൾച്ചർ എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നതിനെ ഊന്നൽ കൊടുത്തുകൊണ്ട്, ഇന്നൊവേഷനെ ഊന്നൽ കൊടുത്തുകൊണ്ട് നമ്മൾ ഫ്യൂച്ചർ കേരള മിഷൻ അനൗൺസ് ചെയ്യുകയാണ്. അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകളൊക്കെ നമ്മൾ തരും. അപ്പോൾ ഈ മിഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ സമ്മിറ്റിൽ ചർച്ച ചെയ്ത 7 ട്രാക്കുകളുണ്ട്. 7 ട്രാക്കുകളിൻ്റെ എല്ലാം നമ്മൾ ഒരു കറക്റ്റ്നെസ് വരുമ്പോഴാണ് നമ്മൾ ഈ ബെറ്റർ പ്ലേസ് ടു ലീവ് എന്ന് പറയുന്ന സൊല്യൂഷനിലേക്ക് എത്തുന്നത്. അവിടെ നമുക്ക് നല്ല എഡ്യൂക്കേഷൻ സിസ്റ്റം വേണം, നല്ല ടെക്നോളജി സൊല്യൂഷൻ വേണം, നല്ല എൻവയോൺമെൻറ്റൽ പ്രാക്ടീസസ് വേണം, നമ്മുടെ കൾച്ചറിനെ നമ്മൾ ഉൾക്കൊള്ളണം, നമ്മുടെ ഓൺട്രപ്രണർഷിപ്പ് ഇന്നൊവേഷനും നമ്മൾ ഊന്നൽ കൊടുക്കണം, നമ്മുടെ അഗ്രികൾച്ചർ, അതുപോലെ നമ്മൾ എല്ലാ കോർ ഏരിയാസിലും നമ്മൾ ഊന്നൽ കൊടുത്തുകൊണ്ടാണ് ഈ മിഷൻ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം കറക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല റോഡുകൾ വരും, നല്ല ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം വരും, നല്ല ഹെൽത്ത് സിസ്റ്റം വരും, നമ്മൾ സെക്യൂർ ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് വരും, നല്ല ലൈഫ് സ്റ്റൈൽ വരും, നല്ല സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വരും. ഇതൊക്കെയാണ് മറ്റ് പല രാജ്യങ്ങളിലേക്കും ആളുകളെ ആകർഷിക്കുന്ന ഒരു ഘടകം. ഈ ഘടകങ്ങളെല്ലാം ഇവിടെ കറക്റ്റ് ചെയ്യാൻ പറ്റും. അതിന് ഊന്നൽ കൊടുക്കേണ്ടത് എഡ്യൂക്കേഷനും അതുപോലെ തന്നെ നമ്മുടെ സമ്പ്രദായത്തെയാണ് മാറ്റേണ്ടത്. അതിനൊരു തുടക്കമാണ് ദ ഫ്യൂച്ചർ കേരള മിഷൻ. അപ്പോൾ നമ്മൾ ഈ മിഷൻ്റെ കൂടുതൽ വിവരങ്ങൾ അടുത്ത ആഴ്ചകളിലായിട്ട് നമ്മൾ പറഞ്ഞു. എഡ്യൂക്കേഷനും ഓൺട്രപ്രണർഷിപ്പും ഇന്നൊവേഷനുമാണ് അതിൻ്റെ കോർ ഫോക്കസ് എന്ന്. അപ്പോൾ എന്തൊക്കെയാണ് എഡ്യൂക്കേഷനിൽ വരാൻ പോകുന്നത്, എന്തൊക്കെയാണ് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇതിനകത്ത് പറയുന്നൊരു കാര്യമുണ്ട്, നമ്മളൊരു പീപ്പിൾസ് യൂണിവേഴ്സിറ്റി ബിൽഡ് ചെയ്യും, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഫോർ ദ ഫ്യൂച്ചർ ബിൽഡ് ചെയ്യുമെന്ന്. ആ ഒരു നമ്മുടെ ഫിലോസഫിയും ഐഡിയോളജിയും അണ്ടർലൈൻ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടെയാണ് ദ ഫ്യൂച്ചർ കേരള മിഷൻ നമ്മൾ അനൗൺസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾ അറിയിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സമ്മിറ്റിന് നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്ത പോലെ തന്നെ നമ്മുടെ ഈ വിഷന്, ഈ ഒരു പ്ലെഡ്ജിലേക്ക് നിങ്ങളെയും ഇൻവൈറ്റ് ചെയ്യുകയാണ്. കാരണം ഈ ഒരു വിഷൻ്റെ ഭാഗമാകാൻ, ഈ ഒരു വലിയ ആശയത്തിൻ്റെ ഭാഗമാകാൻ. കാരണം ഞങ്ങളെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്നതല്ല, നമുക്ക് ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് വേണം, വ്യക്തികൾ വേണം, അതുപോലെ സ്ഥാപനങ്ങൾ വേണം. ഇവരെല്ലാം ഈ ഒരു ഫ്യൂച്ചർ കേരള മിഷനിലേക്ക് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നു. അങ്ങനെ ടുഗദർ വി ക്യാൻ എലവേറ്റ് കേരള ആസ് എ ബെറ്റർ പ്ലേസ് ടു ലീവ്.